NCERT അനിമൽ കിങ്ഡത്തിനകത്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ബയോളജിയിലെ NCERT ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. കാരണം അധികം നമ്മുടെ ബോർഡ് എക്സാമിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, മാറിയ എക്സാം പാറ്റേണിൽ NCERT ക്വസ്റ്റ്യൻസ് കൂടി നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ ആരും അധികം ഡിസ്കസ് ചെയ്യാത്ത ബയോളജിയിലെ NCERT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ഇന്ന് മോർണിംഗ് ബയോളജി ക്ലാസ്സിൽ ഉണ്ടായിരുന്ന അനിമൽ കിങ്ഡം ചാപ്റ്റർ, സോ അതിലെ NCERT ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടില്ലാകാം, കേട്ടിട്ടില്ലാതിരിക്കാം. സോ അത്തരം ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോവുക. ഒപ്പം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത മോർണിംഗ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്ത സമയം കളയുന്നില്ല. സോ അല്ലാത്ത പുതുമയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സമയം കളയുന്നില്ല, വേഗം ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ? എന്താണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലോവർ ഓർഗാനിസത്തിന്റെ കേസിലാണ് ഈ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നത്. അതായത് ഫുഡ് പാർട്ടിക്കിൾസിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. അമീബയൊക്കെ കണ്ടിട്ടില്ലേ? അമീബ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വന്നിട്ട് ഫാഗോസൈറ്റോസിസ് ചെയ്ത് ആ ഫുഡിനെ എൻഗൾഫ് ചെയ്യും, അല്ലെ, അകത്തേക്ക് എടുക്കും. എന്നിട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി എങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ ബോഡി നമ്മളെ ഫുഡിനെ ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഫുഡിനെ ഫുൾ ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് സെല്ലിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്, അല്ലെ? സോ നമ്മുടെ കേസിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും അമീബ പോലുള്ള ലോവർ ഓർഗാനിസത്തിന്റെ കേസിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനുമാണ്. സോ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നത് ലോവർ ഓർഗാനിസത്തിന്റെ കേസിലായിരിക്കും. അതേസമയം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നത് നമ്മളെ പോലുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിലാണ്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത് വിത്തിൻ ദ സെല്ലാണ്, അതായത് സെല്ലിന്റെ ഉള്ളിലാണ് ഡൈജഷൻ നടക്കുന്നത്. ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സെല്ലിന്റെ ഉള്ളിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനിലോ ദാറ്റ് ഈസ് ഇൻസൈഡ് എ കാവിറ്റി, ഒരു അലിമെന്ററി കനാൽ പോലെയുള്ള നമ്മുടെ സ്റ്റൊമക്ക്, അല്ലെ, സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലൊക്കെ കൊണ്ടുവന്ന് ആ കനാലിനകത്തിട്ടിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് സെല്ലിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്, അതിന്റെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫിഷ്യന്റ് ഒന്നും അല്ല. ഓക്കെ, ആൻഡ് അവിടെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇന്നത് നടക്കുന്നു, ഒരു ഭാഗത്ത് വെച്ച് വേറൊരു ഒരു പ്രോസസ് നടക്കുന്നു. അങ്ങനെ ഒരു റീജിയണൽ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. പക്ഷെ അതേസമയം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഡൈജഷൻ ആണ്. അത് മൊത്തം അടപടലം ഡൈജസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ there is റീജിയണൽ ഡിഫറൻസിയേഷൻ. സ്റ്റൊമക്കിൽ ഇന്ന കാര്യം നടക്കുന്നു, അതേസമയം നമ്മുടെ ഈ പറയുന്ന ഡിയോഡിനത്തിൽ ഇന്ന കാര്യം നടക്കുന്നു, സ്മോൾ ഇൻഡസ്ട്രിയിൽ ഇന്ന കാര്യം നടക്കുന്നു. അങ്ങനെ ഓരോ ഇടത്തും നടക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. മൗത്തിൽ ഏതിന്റെ ഡൈജഷൻ ആണ് നടക്കേണ്ടത്. സോ അങ്ങനെ റീജിയണൽ ഡിഫറൻസിയേഷൻ എവിടെ നമുക്ക് കാണാം? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനിൽ അധികം എൻസൈംസ് ഒന്നും ഇൻവോൾവ് അല്ല. പക്ഷെ അതേസമയം എക്സ്ട്രാ സെല്ലുലാറിലാണെങ്കിലോ സീരീസ് ഓഫ് എൻസൈംസ് നമുക്ക് കാണാൻ പറ്റും. സലൈവറി അമിലേസ്, ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് വന്നു കഴിഞ്ഞാൽ പെപ്റ്റിഡേസസ് എൻസൈം, അതുപോലെ നമ്മുടെ ഡിയോഡിനത്തിലും പാൻക്രിയാറ്റിക് ജ്യൂസിലുമകത്തുള്ള സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിനകത്തുള്ള എന്തുമാത്രം എൻസൈംസ് ഉണ്ടെന്ന് അറിയാമോ? സോ ഒരുപാട് എൻസൈംസ് കൊണ്ട് ആണ് നമ്മൾ ഫുഡിനെ എന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് എൻസൈംസ്, ലാർജ് നമ്പർ ഓഫ് എൻസൈംസ് ആർ ഇൻവോൾവ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. സോ മക്കളെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്? എന്താണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്, എന്താണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിലൊക്കെ ഉള്ളതുപോലെ, അതായത് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെയാണല്ലോ, മനുഷ്യ കുഞ്ഞായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേസിൽ നമ്മൾ ഡെവലപ്മെന്റ് നടക്കുന്നത് വിത്തിൻ ദ യൂട്രസ് ആണ്. യൂട്രസിൽ ഫുൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എംബ്രിയോ ഡെവലപ്മെന്റ് ഫുള്ളും ആ യൂട്രസിനകത്ത് നടന്നതിന് ശേഷം ആ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? എന്താ പറയുക, നമ്മൾ പാർച്ചുറേഷൻ ചെയ്യുക എന്ന് പറയും, പ്രസവിക്കുക, ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ലാർവൽ സ്റ്റേജ്, നമ്മൾ വാലൊക്കെ വെച്ച് വേറൊരു രൂപത്തിൽ വന്നിട്ട് അടയിരുന്നിട്ടല്ല നമ്മൾ വേറെ രൂപമാകുന്നത്, ഈ രൂപത്തിലേക്ക് എത്തിയത് അല്ല. നമുക്ക് ലാർവൽ സ്റ്റേജേ ഇല്ല. അതാണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. എന്നാൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ ലാർവൽ സ്റ്റേജ് ഉണ്ടാകും. ഒരു ലാർവയായിട്ടായിരിക്കും ആദ്യം ഉണ്ടാകുക. അതിനുശേഷം
അതിനുശേഷമാണ് അത് പിന്നീട് ഒരു സെക്ഷുവലി അഡാപ്റ്റഡ് ആയിട്ടുള്ള അഡൽട്ട് ആയിട്ട് രൂപം മാറുന്നത്. ഈ ലാർവ അഡൽട്ടായി മാറുന്നതിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റമോർഫോസിസ് ഡയറക്റ്റ് ഡെവലപ്മെന്റിൽ ഇല്ല, പക്ഷെ മെറ്റമോർഫോസിസ് എവിടെയുണ്ട്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റിൽ ഉണ്ട്. ഇനി ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഫിഷസ്, അതുപോലെ ബേർഡ്സ്, മാമൽസിലൊക്കെ നമുക്ക് കാണാം. എല്ലാ ഫിഷസിലും ഇല്ല, പക്ഷേ ചില ഫിഷസിലൊക്കെ കാണാൻ സാധിക്കും. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണെങ്കിലോ വെർട്ടിബ്രേറ്റ്സിലായിട്ടുള്ള ആംഫിബിയൻസിലൊക്കെ നമുക്ക് കാണാം, ചില റെപ്റ്റൈൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡയറക്റ്റ് ഡെവലപ്മെന്റ് മറ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്ര, എർത്ത് വേം ഒക്കെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ ബീയിങ് ഒക്കെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതേസമയം ഇൻഡയറക്റ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രോഗ്, ബട്ടർഫ്ലൈസ് ഒക്കെ ഇൻഡയറക്റ്റ് അല്ലെ. അത് ലാർവൽ സ്റ്റേജ്, പ്യൂപ്പ, അങ്ങനെ അല്ലെ, നമ്മൾ അങ്ങനെ പുഴുവായി വന്ന് സന്യാസ ജീവിതം കഴിഞ്ഞ് പിന്നെയാണ് അത് അഡൽട്ട് ആയിട്ട് മാറുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്, വളഞ്ഞ വഴി കൂടിയാണ് അഡൽട്ട് ആയി മാറുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എങ്കിൽ ദാ പിടിച്ചോളൂ. വാട്ട് ആർ ദ പെക്യൂലിയർ ഫീച്ചേഴ്സ് ദാറ്റ് യു ഫൈൻഡ് ഇൻ പാരസൈറ്റിക് പ്ലാറ്റിഹെൽമിന്തസ്? പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, അതെ, ഫ്ലാറ്റ് വേംസ്. ഈ ഫ്ലാറ്റ് വേംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് എന്തൊക്കെ എന്നതാണ് ചോദ്യം. അതിൽ പാരസൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ടാകും. അത് വെച്ചിട്ടാണല്ലോ അവർ പാരസൈറ്റിന് ഉള്ളിൽ തൊത്തിക്കിടക്കുന്നത്, അല്ലെ, പിടിച്ചു കിടക്കുന്നത്. അതുപോലെ അവർ ഹെർമാഫ്രോഡൈറ്റ്സ് ആയിരിക്കും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഒന്നിൽ തന്നെ കാണും. അപ്പൊ അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ ഈസിയാണ്. ഒരാൾ തന്നെ മതിയല്ലോ, വേറെ ഒരാളുടെ ആവശ്യം വരുന്നില്ല. ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്റീവ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഫ്ലെയിം സെൽസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജീവിക്കുള്ളിൽ അത് ജീവിക്കാനായിട്ട് അവരെ സഹായിക്കുന്നു. അതുപോലെ ആന്റി ടോക്സിൻസും തിക്കായിട്ടുള്ള ടെഗുമെന്റ്സ് എന്ന് പറയുന്ന കോട്ടിങ് അവരുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒന്നും അതിന് ഏക്കത്തില്ല. അപ്പൊ നമ്മുടെ എൻസൈംസിന്റെ ഒക്കെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെ അതിന്റെ ആക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തിക്കായിട്ടുള്ള അതിന്റെ കവറിംഗ് കൊണ്ട് അതിന് സാധിക്കുന്നതാണ്. അതുപോലെ അത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ട്യൂബ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. വേണ്ടതേ, അതിന് ഓക്സിജന്റെ ആവശ്യമില്ല. കാരണം അനേറോബിക് ആയിട്ട് റെസ്പയർ ചെയ്യാനായിട്ട് അതിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു പ്രത്യേകത, അവർക്ക് നല്ല റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ജീവികളായിരിക്കും അവര്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവർ പാരസൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. പാരസൈറ്റ് ആയിട്ട് മറ്റൊരാളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവർ നമ്മൾ എന്താ പറയുക, നമ്മുടെ എക്സോ പാരസൈറ്റും എൻഡോ പാരസൈറ്റ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവർ എൻഡോ പാരസൈറ്റുകളാണ്. സോ അത്തരത്തിലുള്ള ഒരു എൻഡോ പാരസൈറ്റ് ആയിട്ട് ഇവർക്ക് ആക്ട് ചെയ്യാൻ കാരണം ഈ കഴിവുകൾ അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? എങ്കിൽ ഇതാ പിടിക്കൂ അടുത്ത ചോദ്യം. വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് യു ക്യാൻ തിങ്ക് for the arthropods to constitute a large group of the animal kingdom? Animal kingdomത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് ആർത്രോപോഡ മാറാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ്. സോ ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതിക്ക് അനുസരിച്ച് എഴുതാവുന്നതാണ്. എന്നാലും നിങ്ങൾ എഴുതേണ്ട ചില പോയിന്റ്സ് ഇങ്ങനെയാണ്. ഒന്ന്, അവർക്ക് ജോയിന്റഡ് അപ്പൻഡേജസ് ആണ് അല്ലെ. അപ്പൊ നല്ല ചലനശേഷി അവർക്ക് കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചാടി ഓടി നടക്കാനൊക്കെ അവരെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വേറൊരു വലിയ പ്രത്യേകത, അവരുടെ ഹാർഡസ്റ്റ് എക്സോസ്കെലറ്റൻ ആണ്, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. അപ്പൊ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ ആ എക്സോസ്കെലറ്റൻ ഉണ്ടല്ലോ, അതൊരു പടച്ചട്ടയാണ്. അത് അവർക്ക് വളരെയധികം സർവൈവൽ റേറ്റ്, ഇവിടെ ജീവിക്കാനുള്ള അവരുടെ കഴിവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ആ പടച്ചട്ട ഉള്ളത് കൊണ്ട് വാട്ടർ ലോസ് അവർക്ക് കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ലോക്കോമോഷന് വേണ്ടി പ്രത്യേകം സ്ട്രക്ചേഴ്സ്, റെസ്പിറേഷന് വേണ്ടി തന്നെ പലതരം സ്ട്രക്ചേഴ്സ്, ഗിൽസ് ഉള്ളവരുണ്ട്, ബുക്ക് ലങ്സ് ഉള്ളവരുണ്ട്, ട്രക്കിയൽ സിസ്റ്റം ഉള്ളവരുണ്ട്. അതുപോലെ റീപ്രൊഡക്ഷന് വേണ്ടി പ്രത്യേകം സിസ്റ്റം. അങ്ങനെ ഓരോന്നും വെവ്വേറെ സിസ്റ്റംസ്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളവരാണ് ഈ ഇൻസെക്ട് അഥവാ ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ കണ്ടീഷൻസ്, വെള്ളത്തിൽ ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റും, കരയിൽ ജീവിക്കാൻ പറ്റും, ചെളിയിൽ ജീവിക്കാൻ പറ്റും, പറന്നു കിടക്കാൻ പറ്റും. അങ്ങനെ വിവിധ എൻവയോൺമെന്റിലും വിവിധ ഹാബിറ്റാറ്റിലും ജീവിക്കാൻ ഈ ആർത്രോപോഡൻസിന് പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത, ഇവർക്ക് വളരെ നല്ല വെൽ ഡെവലപ്ഡ് ആയ സെൻസ് ഓർഗൻസും നെർവസ് സിസ്റ്റവും ഉണ്ട്. അപ്പൊ കണ്ണും അല്ലെങ്കിൽ ആന്റിനയും, അതുപോലെ കോമ്പൗണ്ട് ആയി ഉള്ളവരുണ്ട്, സിമ്പിൾ ആയി ഉള്ളവരുണ്ട്, സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബാലൻസിങ് ഓർഗൻ, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സെൻസ് ഓർഗൻസ് ഉള്ളവരാണ് ആർത്രോപോഡൻസ് എന്ന് പറയുന്നത്. ഇനി ചിലർക്കാണെങ്കിലോ ഫിറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു തേനീച്ച വന്ന് കൊട്ടിക്കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ തേനീച്ച കൂട്ടിൽ കൈയിട്ടാ കണ്ടിട്ടില്ലേ, എല്ലാം കൂടി കൂട്ടത്തോടെ എത്തും. കാര്യം എന്താ, ഇത് ഒരു ഫിറമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ മണം പിടിച്ചിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം എത്തുന്നത്. സോ അത്തരത്തിലുള്ള ഫിറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചില ഇൻസെക്ട്സിന് കഴിവുണ്ട്. ഇതൊക്കെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. സോ ഇത്തരത്തിൽ കഴിവുകൾ കൊണ്ട് കൂമ്പാരമുള്ള ജീവികളാണ് ആക്ച്വലി ആർത്രോപോഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാർജസ്റ്റ് ഫൈലോമായിട്ടും വളരെ അധികം കാലം കൊണ്ട് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നവരായിട്ടും ആർത്രോപോഡൻസ് മാറിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്.
Put the number of eggs or young ones produced by an oviparous and viviparous mother be equal. Why? ഓവി പാരസ് ഇടുന്ന മുട്ടയുടെ എണ്ണവും വിവി പാരസ് ഇടുന്ന ഓവത്തിന്റെ എണ്ണവും ഒരുപോലെ ആയിരിക്കുമോ, ഈക്വൽ ആയിരിക്കുമോ എന്നതാണ് ചോദ്യം. ഇത് സിമ്പിൾ ആൻസർ ആണ്. ഒരു ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യൻ പ്രസവിക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം 1, പിന്നെ ചിലപ്പോൾ ഇരട്ടകൾ വരികയാണെങ്കിൽ 2, അത് ബാക്കിയൊക്കെ റയർ കേസസ് ആണ്. എന്നാൽ ഒരു കോഴി മുട്ടയിടുന്ന സമയത്ത് ചടപടേ എന്ന് പറഞ്ഞ് മുട്ടയിട്ടുകൊണ്ടിരിക്കും അല്ലെ. എന്നിട്ട് ഒരു 10-20 മുട്ടകളായിരിക്കും അടയിരിക്കുന്നത്, അതിൽ കുറെ വിരിയുന്നു അല്ലെ, അങ്ങനെയല്ലേ. സോ അതാണ് വ്യത്യാസം. അതായത് വിവി പാരസ് അനിമൽസ് ഇടുന്ന മുട്ടകളുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും. പക്ഷെ മുട്ട എന്ന് പറഞ്ഞാൽ ഓവമാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഓവി പാരസ് മുട്ടയിടുന്ന ഓവി പാരസ് ആയിട്ടുള്ള അവരിടുന്ന എഗ് ഓവത്തിന്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം നമ്മുടെ വിവി പാരസിലെ ഡെവലപ്മെന്റ്, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന യൂട്രസിനകത്താണ്. അപ്പൊ ആ കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ മുട്ടയിടുന്നവരുടെ കേസിൽ, ഓവി പാരസിന്റെ കേസിൽ അവരുടെ മുട്ട ശരീരത്തിന് പുറത്തേക്ക് വന്നിട്ട് അവിടെ വെളിയിൽ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുട്ട വെളിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് അത് പ്രെഡേറ്റേഴ്സ് ഒന്ന് എടുത്തോണ്ട് പോകാനുള്ള, മുട്ട എടുത്തോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ മുട്ടകളൊന്നും എല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവില്ല. അതുകൊണ്ടാണ് കൂടുതൽ മുട്ടകൾ അവരിടുന്നത്. ആ മുട്ടകളിൽ നിന്നും ഒരു 5 എണ്ണമെങ്കിലും 10 എണ്ണമെങ്കിലും രക്ഷപ്പെടുമല്ലോ, ബാക്കി പിടിച്ചോണ്ട് പോയാലും. സോ ആ സർവൈവൽ റേറ്റ് അവർക്ക് കുറവായത് കൊണ്ടാണ് അവര് മാക്സിമം കൂടുതൽ മുട്ടകൾ ഇടുന്നത്. എന്നാൽ വിവി പാരസ് അനിമൽ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് അവരുടെ എഗ്ഗിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. സെറ്റ് അല്ലേ? എങ്കിൽ ദാ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ദാറ്റ് ആർ ഫൗണ്ട് പാരസൈറ്റിക് ഓൺ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനിൽ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില ആൾക്കാർ, അനിമൽസിന് എക്സാമ്പിൾ എഴുതാനാണ്. ഒന്ന് ആൻസൈലോസ്റ്റോമ അഥവാ ഹൂക്ക് വർം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടീനിയ അഥവാ ടേപ്പ് വർം, നമ്മുടെ വയറിനകത്ത് തന്നെയുണ്ട് ടീനിയ അഥവാ ടേപ്പ് വർം. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാനും ഇല്ലാത്ത ഒരാളെ കൂടി പറഞ്ഞുതരാം. എൻട്രോബിയസ് എന്ന് പറയുന്ന പിൻ വർം ആണ് ഒരു എക്സാമ്പിൾ. എൻട്രോബിയസ് എന്ന് പറയുന്ന പിൻ വർം പഠിച്ചിട്ടില്ല, ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് വെച്ചോളൂ. പിന്നെ നമുക്ക് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന മന്ദരോഗം കൊണ്ടുതരുന്ന ഉച്ചരേറിയ, അതുപോലെ അസ്കാരിയാസിസ് എന്ന് പറയുന്ന അസുഖം കൊണ്ടുവരുന്ന അസ്കാരിസ് അഥവാ റൗണ്ട് വർം. ഇതെല്ലാം പാരസൈറ്റുകളാണ്. സോ ഇതൊക്കെയായിരുന്നു NCERT വളരെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. NCERT ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ ഒരു വീഡിയോയോട് കൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റ് NCERT ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.